1917 ബോൾഷെവിക്ക് വിപ്ലവം റഷ്യയിൽ അതിങ്ങനെ കത്തുന്നതിന് വേണ്ടി ഉള്ള സമയമായി. ആ അവസരത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭ അവർ കൈകാര്യം ചെയ്ത ഒരു വിഷയം, അവരുടെ പുരോഹിതന്മാരുടെ നടുക്കെട്ട് ചുവന്ന നിറത്തിലുള്ളതായിരിക്കണമോ അതോ അത് കറുത്ത നിറമായിരിക്കണമോ. ചില ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ എല്ലാം കഴുത്തിറക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചിരിക്കുക. പക്ഷേ അവർ തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന വിഷയം നടുക്കെട്ടിൻ്റെ നിറമാണ്. ഈ പരാജയം നമുക്കൊക്കെ സാധ്യമായിരിക്കുന്ന കാര്യമാണ്. പ്രാധാന്യമേറിയ വിഷയങ്ങളെ കൈവിട്ട് കളഞ്ഞിട്ട് ബാലിശമായിരിക്കുന്ന വാദഗതികളിൽ ഉൾപ്പെട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയാനായിട്ട് സാധിക്കും. ടൈറ്റാനിക് കപ്പൽ മുങ്ങാൻ നേരം അതിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ ഇളകി വെള്ളത്തിലോട്ട് താഴുകയാണ്. അപ്പോൾ സമ്പന്നരായിരിക്കുന്ന ചില സ്ത്രീകൾ അവർ പെട്ടെന്ന് അന്വേഷിച്ചത് അവർ മുഖത്ത് ചായം തേക്കുന്നതായിരിക്കുന്ന ചായക്കൂട്ട് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വെള്ളത്തിൽ വീഴുമ്പോൾ എന്താ സഹോദര വേണ്ടത്? പൊങ്ങിക്കിടക്കാനുള്ള വല്ല സംവിധാനമാണ് നോക്കേണ്ട, അല്ലാതെ മുഖത്ത് ചായം തേക്കുന്ന സാധനം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അത് ബാലിശമാണ്. നമുക്കൊക്കെ സാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെ കൈവിട്ട് കളഞ്ഞതിന് ശേഷം അപ്രധാനമായിരിക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോവുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന ആവർത്തിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിലനിർത്തുന്നതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടു കീപ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിലനിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അത് സഭയുടെ മരണമാണ്, അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ മരണം ആണ്. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യമെന്ന് പറയുന്നത്, പാപികളായ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് സുവിശേഷമാണ്. എങ്ങനെയാണ് പാപികളായിരിക്കുന്ന മനുഷ്യരെ ദൈവം അവരുടെ ശിക്ഷയിൽ നിന്ന് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ വിടുവിക്കുന്നത്? പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഇന്ന് നമുക്ക് എങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. അപ്പം അത് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ വേദഭാഗത്തിന് തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊന്നിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളാണ്. 4 മുതൽ 6 വരെ 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം അത്രേ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യരിൽ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രശംസയെന്ന് പറയുന്നത് ദൈവം സുവിശേഷം ഉപയോഗിച്ച് മനുഷ്യരുടെ ജീവിതത്തിൽ വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരമാണ്. ഞങ്ങളുടെ പ്രശംസ എന്ന് പറയുന്നത് ദൈവം സുവിശേഷം ഉപയോഗിച്ച് മനുഷ്യരുടെ ജീവിതത്തിൽ വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരമാണ്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രദ്ധയെന്ന് പറയുന്നത്. അതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അതിന് തുടർച്ചയായിട്ടാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? ഈ വിധമുള്ളതായിരിക്കുന്ന ഉറപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരെ ദൈവത്തിൻ്റെ സുവിശേഷത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വ്യതിയാനപ്പെടുത്തും എന്നുള്ളതായിരിക്കുന്ന ധൈര്യം. അതാണ്
ഈ വിധമുള്ളതായിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നതാണ്. അതിന് മുമ്പിലുള്ളതായിരിക്കുന്ന വാക്യത്തിൽ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്, ദൈവം തൻ്റെ ന്യായപ്രമാണം, തൻ്റെ നിയമം ഇന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൽപ്പലകളിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിലാക്കുന്ന ദൈവത്തിൻ്റെ പരിപാടി, അതിൽ ഞങ്ങൾ ധൈര്യപ്പെടുന്നു. ഞങ്ങളുടെ ഉറപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്, അവനത് ചെയ്യും എന്നുള്ളതായിരിക്കുന്ന ധൈര്യമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത്, നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത് നമ്മളിലല്ല, ദൈവം നമ്മളിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയിലാണ് നമ്മളുടെ ധൈര്യം ഇരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത് നമ്മളിലല്ല. പിന്നെയോ നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മളെ വ്യതിയാനപ്പെടുത്തുവാനായിട്ട് നമ്മളോട് വാഗ്ദാനം ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, പ്രിയമുള്ളവരെ, നാം ഉൾപ്പെട്ട് നിൽക്കുന്നതായിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ് എങ്കിൽ അതിന് വലിയ വിലയൊന്നുമില്ല. മനുഷ്യർക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന, മനുഷ്യർ തന്നെ കെട്ടിപ്പടുത്തതായിരിക്കുന്ന മാനുഷിക ക്രമീകരണങ്ങൾ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി പ്രശംസിക്കാനൊന്നുമില്ല. നമ്മളുടെ പ്രശംസ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രം ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക പരിപാടിയിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ധൈര്യമാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് മാത്രം ചെയ്തെടുക്കുവാൻ കഴിയുന്ന, ദൈവത്തിന് പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്തെടുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിപാടിയിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ധൈര്യമാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ് ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ധൈര്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചെയ്യുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ശക്തി കൊണ്ട് നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല. സ്വർഗത്തിലെ ദൈവം തൻ്റെ വാഗ്ദാനം നിവർത്തിക്കും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ധൈര്യം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. അവിടെ ഈ പരിപാടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ദൈവം നമ്മളോട് ചെയ്തതായിരിക്കുന്ന പുതിയ ഉടമ്പടി എന്നാണ് അതിൻ്റെ പേര്. ദൈവവചനം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവവചനത്തിൽ ദൈവം മനുഷ്യരോട് ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ യഹോവ അല്ലെങ്കിൽ യാഹ്വേ എന്നുള്ളതായിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉടമ്പടിയുടെ ദൈവം എന്നുള്ളതായിരിക്കുന്ന അർത്ഥമാണ്. ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യുന്ന, വാഗ്ദാനങ്ങൾ നൽകി അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ബൈബിൾ പറയുന്നത്. ദൈവവചനത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ചില ഉടമ്പടികൾ ഉണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന ഉടമ്പടിയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നതായിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. ഞാൻ നിനക്ക് ഒരു ദേശം സ്വന്തമായിട്ട് തരും. ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ നിനക്കൊരു സന്തതിയെ തരും. എന്നിട്ട് പറഞ്ഞു, സകല ജാതികളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന വാഗ്ദത്തം നിങ്ങൾ നോക്കിയാൽ അറിയാം, അബ്രഹാം എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിവർത്തിക്കപ്പെടുന്ന ഒരു വാഗ്ദാനമല്ല. പിന്നെയോ അത് ദൈവം തന്നെ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതായിരിക്കുന്ന വാഗ്ദാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയും, ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഏകപക്ഷീയമായിരിക്കുന്ന, ദൈവത്താൽ നിവർത്തിക്കപ്പെടുന്നതായിരിക്കുന്ന, ഉപാധികൾക്ക് അതീതമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. അപ്പോൾ അതുകൊണ്ട് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നമ്മളെന്താ പറയുന്നത്? ഇറ്റ് ഈസ് എൻ അൺകണ്ടീഷണൽ കവനന്റ്. ഏതെങ്കിലും ഉപാധികൾ വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഉടമ്പടിയല്ല. നീ ഇന്നത് ചെയ്താൽ ഞാനത് ചെയ്തു തരാമെന്നല്ല ദൈവം പറയുന്നത്. ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ഉടമ്പടി ദൈവം ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. അത് ദാവീദിനോടാണ്. ദാവീദിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അവൻ്റെ സിംഹാസനം ഒരിക്കലും മാറിപ്പോകാത്ത സിംഹാസനമായിരിക്കും. അവൻ എല്ലാ നാളും ഭരിക്കുന്ന ഒരു രാജാവായി തീരും എന്നുള്ളതായിരിക്കുന്ന ഉടമ്പടി നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ മധ്യത്തിലാണ് വേറെ ഒരു ഉടമ്പടി വന്നത്. ആ ഉടമ്പടിയാണ് മോശയോട് ദൈവം ചെയ്തതായിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. അതെന്താ ചോദിച്ചാൽ അത് ഒരു അൺകണ്ടീഷണൽ കവനൻ്റ് അല്ല, ഇറ്റ് ഇസ് എ കണ്ടീഷണൽ കവനൻ്റ്. ഉപാധികൾക്ക് അതീതമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് മോശയോട് ചെയ്തത്. മോശയോട് എന്താ പറഞ്ഞത്? ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ നീ ജീവനോടെ ഇരിക്കും. കൽപ്പനകളെ വിട്ട് നീ നടക്കുന്ന നാളിൽ
നീ ഈ ദേശത്ത് നിന്ന് നിഷ്കാസിതനായി തീരും, ഭൂമിയുടെ അറ്റം വരെ ഞാൻ നിന്നെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് മോശയുടെ ഉടമ്പടിയിൽ കൂടെ ദൈവം അവനോട് പറഞ്ഞത്. അവിടെ മോശയുടെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിത് പറയും, അത് ഇറ്റ്സ് എ കണ്ടീഷണൽ കവനന്റ്. എന്നാൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത, ദാവീദിൽ കൂടെ ആവർത്തിച്ചതായിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അത് ഒരു അൺകണ്ടീഷണൽ കവനന്റാണ്. യഥാർത്ഥത്തിൽ അബ്രഹാമിനോട് ദൈവം ചെയ്തതായിരിക്കുന്ന ഉടമ്പടിയുടെ അതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസനമാണ് യഥാർത്ഥത്തിൽ പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞ് കർത്താവ് യെരമ്യാ പ്രവചനം 31-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നതായിരിക്കുന്ന ഉടമ്പടി, അതിനെന്താ പറയുന്നത്? അതിനെ പറയുന്നത് പുതിയ ഉടമ്പടി എന്നാണ്. പുതിയ നിയമം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പുതിയ നിയമം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനെ പുതിയ ഉടമ്പടി എന്ന് പറയാം. ആ ഉടമ്പടിയിൽ ദൈവം എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വായിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ ഓർമ്മയിൽ വയ്ക്കാൻ എളുപ്പമാണ്. അതിൻ്റെ കാര്യം എന്താ? 31-ന്റെ 31 31 ദൈവം അവരോട് പറഞ്ഞതായിരിക്കുന്ന വാഗ്ദാനം എന്താൽ ഇങ്ങനെയാണ്. 31 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും പുതിയൊരു നിയമം, പുതിയൊരു ഉടമ്പടി ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ ഈ ഉടമ്പടി ആരോടാ ചെയ്യുന്നേ? ഇത് ഇസ്രായേലിനോട്, യഹൂദാ ഗ്രഹത്തോടും ഇസ്രായേൽ ഗ്രഹത്തോടും ചെയ്യുന്ന ഉടമ്പടിയാണ്. അപ്പം ഇതെങ്ങനെയാ നമുക്ക് ബാധകമാകുന്നത്? അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒരു വികസനം എന്നുള്ള നിലയിലാണ് ഈ പുതിയ ഉടമ്പടി ഇരിക്കുന്നത്. ഞാൻ സകല ജാതികളെയും അനുഗ്രഹിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ ആ ഉടമ്പടിയുടെ വികസനമാണ്. അപ്പം അതിൽ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുതിയ ഉടമ്പടിയിൽ നമ്മളുടെ പേര് അങ്ങനെ പറഞ്ഞിട്ടില്ല, യെരമ്യാ പ്രവചനത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ സകല ജാതികളെയും ഉൾപ്പെടുത്തിയതിൽ ഈ ഉടമ്പടിയിൽ നമ്മളും കൂടെ ഉൾപ്പെടുന്നതായിരിക്കുന്ന ഉടമ്പടിയാണ്. അപ്പോൾ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രത്യേകത എന്താ? ഈ പ്രത്യേകത എന്ന് പറയുന്നത് മോശയോട് ഞാൻ ചെയ്ത ഉടമ്പടി പോലെയുള്ള ഒരു ഉടമ്പടി അല്ല. മോശയോട് ചെയ്ത ഉടമ്പടി എന്തുവായിരുന്നു? മോശയോട് ചെയ്തതായിരുന്നു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ കവനന്റ് ആണ്. നീ അത് ചെയ്താൽ ഞാൻ ഇത് ചെയ്തു തരാം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് മോശയോട് ചെയ്തത്. അതുപോലെയുള്ള ഒരു ഉടമ്പടി അല്ല ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്ന ഉടമ്പടി. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ന്യൂ കവനന്റ്? അതിൻ്റെ കവനന്റ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അൺകണ്ടീഷണൽ കവനന്റ്. ഇത് ഉപാധികൾക്ക് അതീതമായിട്ടുള്ള, ദൈവം തന്നെ ചെയ്തെടുക്കുന്നതായ, ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നതായിരിക്കുന്ന ഉടമ്പടി. നിങ്ങൾ 31 മുതൽ ഉള്ളതായിരിക്കുന്ന വാക്യങ്ങളൊക്കെ വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാനിത് ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു പ്രസ്താവനയും ഈ ഉടമ്പടിയിലില്ല. ഇതെല്ലാം ദൈവം ചെയ്യുന്ന കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ഉടമ്പടി ചെയ്യും. പിന്നെ എന്ത് പറഞ്ഞു? എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നിട്ട് പറഞ്ഞു, ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയിക്കാൻ ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ പറഞ്ഞതായിരിക്കുന്ന ഉടമ്പടിയിൽ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ദൈവം ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഉടമ്പടി നമുക്ക് യാതൊരു പങ്കുമില്ലേ? പങ്കുണ്ട്, ശരിയാണ്. വിശ്വാസത്താൽ മാത്രമേ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം തരുന്നതായിരിക്കുന്ന ഈ ഉടമ്പടി സ്വീകരിക്കാനായിട്ട് മനസ്സ് വെച്ചാൽ ഈ ഉടമ്പടി നിർവഹിക്കുക എന്ന് പറയുന്ന കാര്യം ദൈവം തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ്, ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ കവനന്റ്. ഗോഡ് സെഡ് ഹി വിൽ ഡു ഇറ്റ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മെ സ്വർഗത്തിലെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിമിത്തം നമ്മളോട് പറഞ്ഞതായിരിക്കുന്ന കാര്യം ദൈവം തന്നെ നിർവഹിക്കും
എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിന് ധൈര്യം എന്ന് പറയുന്നത്. ഞാൻ അനുസരിച്ചും ഞാൻ പിടിച്ചും ഞാൻ സമർപ്പിച്ചും ഒക്കെ അങ്ങ് സ്വർഗത്തിൽ ചെല്ലാം എന്ന് വിചാരിച്ചാൽ ആരും ചെല്ലില്ല കേട്ടോ. ദൈവം തൻ്റെ കാരുണ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷത്താൽ അവൻ തന്നെ നിർവഹിക്കുന്ന ദൈവത്തിന്റെ പരിപാടിയാണ് സുവിശേഷത്തിന്റെ പരിപാടി എന്ന് പറയുന്നതാണ്. ഈ ഉടമ്പടി എന്ന് ആരംഭിച്ചെന്നറിയാം. കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ താൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, അതിനുശേഷം അവൻ പാനപാത്രം എടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടി ആകും. ഇത് എൻ്റെ രക്തത്തിൽ പുതിയ കൽപ്പന, പുതിയ നിയമം, പുതിയ ഉടമ്പടി. The new covenant is inaugurated by the death and resurrection of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ കാൽവറിയിലെ കുരിശിൽ താൻ ചൊരിഞ്ഞ രക്തത്താലാണ് ഈ പുതിയ ഉടമ്പടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ യേശു ക്രിസ്തുള്ള വിശ്വാസത്താലാണ് ഈ ഉടമ്പടിയിൽ നമുക്ക് പങ്കുകാരായി ചേരാൻ സാധിക്കുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോഴാണ്. ഇത് എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ ചെയ്തെടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള പ്രവേശനമാണ് സുവിശേഷത്തിന്റെ സ്വീകരണം എന്ന് പറയുന്നത്. അതാണ്. എന്നിട്ട് ഈ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതായിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം ഹൃദയത്തിന്റെ രൂപാന്തരമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ഉടമ്പടിയിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ഹൃദയങ്ങളെ ദൈവം വ്യത്യാസപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ ഫലമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരമാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്ക് നമ്മളുടെ സുവിശേഷത്തിന്റെ സ്വീകരണത്തെ വിശദീകരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതുപോലെ തന്നെയുള്ള വേറൊരു വാക്കാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. പുതുതായി ജനിക്കുക. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഹൃദയത്തെ ദൈവം വ്യത്യാസപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ ഹൃദയം തന്ന് ഒരു പുതിയ ബന്ധത്തിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് ദൈവത്തിന് ജീവൻ നമുക്ക് തന്ന് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്ന ആ പരിപാടിക്കാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തോടുള്ളതായിരിക്കുന്ന സ്നേഹം, ദൈവവചനത്തോടുള്ളതായിരിക്കുന്ന വിധേയത്വം, ദൈവത്തോടുള്ള അനുസരണം, പരിശുദ്ധാത്മാവിന്റെ സ്വീകരണം, ഇതൊക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്നത് സുവിശേഷത്തിന്റെ സ്വീകരണത്തിലൂടെയാണ് എന്ന് പറയാം. അപ്പം ഞാനതൊന്ന് അടിവരയിട്ട് പറയുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ദൈവം നമ്മിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വ്യതിയാനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വ്യതിയാനമാണ്. ഭാഗ്യമായിരിക്കുന്ന ഒരു പരിപാടി അല്ല സുവിശേഷത്തിന്റെ പരിപാടി. നമ്മളുടെ ഭാഗ്യമായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാഗ്യമായിരിക്കുന്ന പരിപാടികളും വ്യത്യാസപ്പെടുത്തുന്നതല്ല സുവിശേഷത്തിന്റെ ശ്രദ്ധ. സുവിശേഷത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഹൃദയം വ്യത്യാസപ്പെടുത്തുന്നതാണ്. നമ്മുടെ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, മുൻഗണനകൾ, ഹൃദയത്തിന്റെ നില, ഇവയൊക്കെ വ്യത്യാസപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന്റെ പരിപാടികളെ സ്നേഹിക്കുന്ന ഒരു പുതിയ ഹൃദയം നമുക്ക് തരിക എന്ന് പറയുന്ന കാര്യമാണ് സുവിശേഷത്തിലൂടെ ദൈവം ചെയ്യാനായിട്ട് പോകുന്ന കാര്യം. കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ശരിയായ അനുസരണം എന്ന് പറയുന്നത് എവിടുന്ന് വരുന്നതാ സുജോ സഹോദര? എവിടുന്ന് വരുന്ന? ഹൃദയത്തിൽ നിന്ന് വരുന്ന അനുസരണമാ. ഭാഗ്യമായിരിക്കുന്ന അനുസരണം ദൈവം സ്വീകരിക്കുന്ന അനുസരണമല്ല. അത് വ്യർത്ഥമായിരിക്കുന്ന പ്രകടനം മാത്രമാണ്. നമ്മളുടെ അനുസരണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന അനുസരണമാണ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രമാണം, സുവിശേഷം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതി നമ്മുടെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തി, നമ്മുടെ താല്പര്യങ്ങളെ വ്യത്യാസപ്പെടുത്തി, നമ്മളെ ആഗ്രഹങ്ങളെ വ്യത്യാസപ്പെടുത്തി. നമ്മളെ വ്യത്യാസപ്പെടുത്തുന്നതായിരിക്കും ദൈവത്തിന്റെ പരിപാടിയാണ് സുവിശേഷത്തിന്റെ പരിപാടി. നമ്മൾ ചെയ്തെടുക്കുന്നതല്ല, ദൈവം ചെയ്യുന്നതായിരിക്കുന്ന പരിപാടിയാണ്. അതിൽ കർത്താവ് പറയുന്ന കാര്യം വിശ്വസിക്കുകയും വിധേയപ്പെടുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ളത് പരിപാടിയാണെങ്കിലും ഇത് തമ്പുരാന്റെ പരിപാടിയാണ്, മനുഷ്യരുടെ പരിപാടിയല്ല, ദൈവം ചെയ്തെടുക്കുന്നതായിരിക്കുന്ന പരിപാടിയാണ്. എന്നിട്ട് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇത് ഹൃദയത്തിന്റെ രൂപാന്തരമാണ്. അതാണ് ഈ ഉടമ്പടിയുടെ, ഇത് നിരുപാധികമായിരിക്കുന്ന ഉടമ്പടിയാണ്. ഇത് ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിപാടിയാണ്. മൂന്നാമത് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കുന്ന പരിപാടിയാണ്.
അല്ലെങ്കിൽ നമ്മൾ പറയും ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു ബന്ധമാണ്. ക്രിസ്തീയ വിശ്വാസം, സുവിശേഷം എന്ന് പറയുന്നത് അതൊരു മതമല്ല, അതൊരു ബന്ധത്തിന്റെ സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പ്രിയമുള്ളവരെ, ഞാൻ പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ജീവിതമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ബന്ധം സ്ഥാപിക്കാനായിട്ടല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് നമുക്കൊരു ഉദാഹരണമാണ് പറയാം. എല്ലാ ഭാര്യമാരും എല്ലാ ഭർത്താക്കന്മാരും ശരിയല്ല എന്നുള്ള കാര്യം അറിയാം. എന്നാലും രാവിലെ ഭർത്താവിനൊരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കുന്ന ഭാര്യ, അല്ലേ, ചായ കൊണ്ടുതരും. അങ്ങനെ കൊണ്ടുതരാൻ കാര്യം എന്താ? എൻ്റെ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയപ്പം ഒന്നാമത്തെ കൽപ്പനയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ത് എഴുതിയിരിക്കുന്നത്? എന്താ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു ചായ കൊണ്ടു തരണം. ഇല്ലയോ? അങ്ങനെയല്ലയോ? അല്ലല്ലേ, ഇത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അച്ചായനൊരു ചായ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമില്ലയോ? അച്ചായിക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല, അത് വേറെ കാര്യം. എന്നാൽ ഇത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരിപാടിയല്ല. ഇത് സ്നേഹത്തിന്റെ നിർബന്ധമാണ്, ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന പരിപാടിയാണ്. ക്രിസ്ത്യ ജീവിതം അങ്ങനെ തന്നെയാണ് കേട്ടോ. കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നതായിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ചെയ്യണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. വി ഡു ഇറ്റ് ബിക്കോസ് വി ലവ് ടു ഡു ഇറ്റ്. നാം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദവും ആവേശവുമാണ് എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനേക്കാളും മെച്ചമായിട്ട് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ അദ്ദേഹം എന്ത് പറയും? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് അദ്ദേഹം പറയും. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിർബന്ധം എന്ന് പറയുന്നത്. നമ്മളെ കർത്താവിനോട് ഉള്ളതായിരിക്കുന്ന സ്നേഹമാണ്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് പറഞ്ഞു. He brings us into a relationship with him. കർത്താവിനോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കുന്ന ഒരു പരിപാടിയാണ് സുവിശേഷത്തിന്റെ ഈ പുതിയ ഉടമ്പടിയുടെ പരിപാടി എന്ന് പറയുന്നത്. അതാണ് അടുത്തതായിട്ട് പറയാൻ കഴിയുന്ന കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അതിന് ഭയങ്കര പരിപാടിയൊന്നുമില്ല. അവർ ആപാദവൃത്തം എല്ലാവരും എന്നെ അറിയും എന്ന് പറഞ്ഞാൽ ബാഹ്യമായ നിർബന്ധങ്ങൾ കൊണ്ടല്ല ക്രിസ്തീയമായിരിക്കുന്ന അനുസരണം എന്ന് പറയുന്നത്. അത് ആന്തരികമായിരിക്കുന്ന സമ്മർദ്ദമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ വരുന്ന വ്യതിയാനത്തിൽ നിന്ന് ഉളവാകുന്നതായിരിക്കുന്ന അനുസരണമാണ്. ഇന്നലെ നമ്മുടെ സഹോദരന്മാർ വരാൻ താമസിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റുക? അവർ വരാഴ്ച താമസിച്ചിട്ട് അവർ വന്നു, അത് വേറെ കാര്യം. അപ്പം അവൻ പറഞ്ഞു ശരി നമുക്ക് നിയമം ഉണ്ടാക്കാം അല്ലേ, 8 മണിയാകുമ്പോൾ ഇവിടെ വന്നേക്കണം. നടക്കില്ല. അവർ സഹോദരന്മാർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവരുടെ ഹൃദയത്തിൽ താല്പര്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അതാണ് ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് കർത്താവിനെ അനുസരിക്കുവാൻ, അവന്റെ വഴികളെ അറിയുവാൻ, അവന്റെ വചനത്തെ അറിയുവാൻ ഹൃദയത്തിൽ വരുന്ന താല്പര്യമാണ് അനുസരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതാണ്. ഇനി ആരെ ഉപദേശിക്കേണ്ടതെന്ന് പറഞ്ഞു. ഉപദേശമൊക്കെ ആവശ്യമുണ്ടോ? ഇതതിൻ്റെ ഒരു ആത്യന്തിക പ്രസ്താവനയായിട്ട് കർത്താവ് പറഞ്ഞതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്പൂർണ്ണമായിട്ട് ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യന് ബാഹ്യമായിരിക്കുന്ന കൽപ്പനകളും പരിപാടികളും ഒന്നും ആവശ്യമില്ല എന്നാണ് ദൈവത്തിന് അതിനെ പറയുന്നത്. അപ്പം ആ നിലയിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അത് കാര്യം ചിലപ്പം ചില വഴക്കും ഇതുമൊക്കെ നമുക്ക് വേണ്ടി വരും. എന്നാൽ അതല്ല നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ആരും നമ്മളെ തല്ലിപ്പഴിപ്പിച്ച് ക്രിസ്തീയ ജീവിതം നടത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവവേല ചെയ്യുന്നത് എങ്ങനെയാ? ദൈവവേല ചെയ്യുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ അടങ്ങാത്ത കർത്താവിനോടുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധം നമ്മുടെ ഹൃദയത്തെ നിർബന്ധിക്കുന്നു എന്നുള്ളതല്ലേ. ബൈജു സഹോദരനെ കുറിച്ച് ഞാനെങ്ങനെ പറയും? ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ്. എന്നോടൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ പരസ്യമായ ഒരു സാക്ഷ്യത്തിലും അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു തീയ് സ്വർഗത്തിലെ ദൈവം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് സുവിശേഷം പറയാതിരിക്കാൻ കഴിയുകയില്ല. വല്ല വിധേയതയും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു നിർബന്ധം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം ഇട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വിശ്വാസിക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹമാണ്. ദൈവവചനം വായിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനുള്ളതായിരിക്കുന്ന താല്പര്യം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോഴാണ്. 27-ാം സങ്കീർത്തനം
ഈ നാളുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആവർത്തിച്ച കർത്താവ് തരുന്നൊരു വേദഭാഗമാണ്. അവിടെ എന്താ കർത്താവ് പറഞ്ഞതെന്നറിയാമോ? എൻ്റെ മുഖം അന്വേഷിക്കുക എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം എന്നോട് പറയുന്നു. സ്വർഗത്തിലെ ദൈവം തന്നെ അന്വേഷിക്കുവാനുള്ളതായിരിക്കുന്ന നിർബന്ധം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിന് താഴെ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, ഞാൻ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറയും. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഉത്സാഹിപ്പിക്കുമ്പോൾ, ദൈവികമായ താല്പര്യം നമ്മുടെ ഹൃദയങ്ങൾ തരുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറഞ്ഞിരിക്കുക, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിൽ തന്നതായിരിക്കുന്ന നിന്റെ മുഖം അന്വേഷിക്കുവാൻ എന്നോട് പറഞ്ഞ നിന്റെ ആ വലിയ ആഹ്വാനം, ഹൃദയത്തിൽ തന്നതായിരിക്കുന്ന താല്പര്യത്തോട് പ്രതികരിച്ച് കർത്താവിനെ സന്ധിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ എനിക്ക് ഇടവരണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അത് തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുമായിരിക്കേണ്ടത്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുത്തുന്നതായിരിക്കുന്ന വ്യതിയാനത്തിന് അനുസൃതമായ രീതിയിൽ പ്രതികരിക്കുവാൻ, അതിനെ ഉപയോഗപ്പെടുത്തുവാൻ, അതിനെ ആസ്വദിക്കുവാൻ, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. ഇനിയും 4-ാമതാണോ 5-ാമതാണോ പറഞ്ഞത്? ഇനി അവരുടെ പാപം ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിൽ ഒന്നും പാപമോചനത്തിന്റെ ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ പുതിയ ഉടമ്പടിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പാപങ്ങൾ പരിഹരിക്കുന്ന ഒരു ക്രമീകരണം ദൈവം ഒരുക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അവിടെയാണല്ലോ കർത്താവായ യേശു ക്രിസ്തു ഈ ഉടമ്പടി ആരംഭിക്കുന്നത്. ഇത് എൻ്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ പാപങ്ങളെ പരിഹരിക്കുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരക്കാരനായി കൊല്ലപ്പെട്ടു. അവൻ്റെ യാഗം, അവൻ്റെ പാപപരിഹാര ബലി നമ്മുടെ പാപങ്ങൾക്ക് മതിയായ പരിഹാരമാണ്. ഞാൻ ഇനിയും അവരുടെ പാപങ്ങളെ ഓർക്കുകയില്ല. ഞാൻ ഇനിയും അവരുടെ പാപങ്ങളെ ഓർക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്നതായിരിക്കുന്ന വാഗ്ദാനമാണ്, നിങ്ങളുടെ പാപങ്ങളെ ദൈവം ഓർക്കുകയില്ല എന്നുള്ളത്. ദൈവം നമ്മുടെ പാപങ്ങളെ ഓർക്കുകയില്ലെങ്കിൽ നമ്മൾ ഓർക്കരുത് കേട്ടോ. ദൈവം മറന്ന പാപങ്ങൾ നമ്മൾ ഓർക്കാൻ അനുവാദമില്ല. ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ഓർക്കുന്നു. ഏത് പ്രവചനത്തിലാണ്? മീഖ പ്രവചനത്തിലാന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഇട്ട് കളഞ്ഞിരിക്കുന്നു. അതിന് മുകളിൽ ഒരു പരസ്യം കൂടെ, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നോ ഫിഷിംഗ് എനിമോർ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് പാപം ഇട്ടിരിക്കുക. ഇനി നിങ്ങളത് പിടിച്ചു നോക്കി എടുക്കരുതെന്നാ പറഞ്ഞേ. ദൈവം മറന്ന പാപങ്ങൾ നമ്മൾ മറക്കാൻ കടപ്പെട്ട ആളുകളാണ്. നമ്മളുടെ പാപങ്ങളെ ദൈവം നമ്മോട് ഓർക്കയില്ല. എത്രയോ അത്ഭുതകരമായിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ലോകത്തിലുള്ള ഒരു മതത്തിലും ഇങ്ങനെ ഒരു ക്രമീകരണം ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ പാപത്തിന് മോചനം, പാപത്തിന് പരിഹാരം വേറെ ഒരു ക്രമീകരണത്തിലുമില്ല. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരും, ആ പാപങ്ങൾ ദൈവം നിങ്ങളോട് ഓർക്കയില്ല എന്ന് പറയുവാൻ ചങ്കൂറ്റമുള്ള ഏത് മതക്കാരനാണുള്ളത്? നിങ്ങളുടെ പാപങ്ങൾ ഇനി ദൈവം ഓർക്കയില്ല, അത് നിങ്ങളോട് കണക്കിടുകയില്ല എന്ന് പറയുവാൻ ആർക്കാണ് ധൈര്യം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യനല്ലാതെ മറ്റാർക്കും ആ ധൈര്യത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് നിരുപാധികമായിരിക്കുന്ന, ഉപാധികളില്ലാത്തതായിരിക്കുന്ന ഉടമ്പടിയാണ്. അത് ദൈവം തന്നെ അതിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളെയും നിവർത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ഉടമ്പടിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു പരിപാടിയാണ്. മാത്രമല്ല, ഇത് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കുന്ന ഒരു ക്രമീകരണമാണ്. അതുമാത്രമല്ല, നമ്മുടെ പാപങ്ങളെ നിത്യമായിട്ട് പരിഹരിക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നാണ് പുതിയ ഉടമ്പടിയെക്കുറിച്ച് യെരമ്യാ പ്രവാചകൻ പറയുമ്പോൾ അദ്ദേഹം അതാണ് പറയുന്നത്. അപ്പം ഈ പുതിയ ഉടമ്പടിയാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നതായിരിക്കുന്ന കാര്യം. ഈ ഉടമ്പടിയെക്കുറിച്ചാണ്. ദൈവം തൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞു, ഈ വിധം ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ധൈര്യമുണ്ട്. ഈ വിധമുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. നമ്മളുടെ ധൈര്യം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം
സുവിശേഷത്തിലൂടെ താൻ വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നിവർത്തിക്കും എന്നുള്ളതായിരിക്കുന്ന ധൈര്യമാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണ ഹൃദയത്തിൽ എഴുതും, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം സ്ഥാപിക്കും, നമ്മുടെ ഹൃദയങ്ങളെ ദൈവം വ്യതിയാനപ്പെടുത്തും, നമ്മുടെ പാപങ്ങളെ ഓർക്കയില്ല. ഈ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം തന്നെ ചെയ്തു തരും. അതാണ് ദൈവത്തോട് ക്രിസ്തുവിൽ നമുക്കുള്ളതായിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്ന് പറഞ്ഞു. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വലുത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്, നമ്മളുടെ പ്രാപ്തി എന്ന് പറയുന്നത്, നമ്മളുടെ സഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മളുടെ കഴിവോ നമ്മളുടെ നിയമങ്ങളോ പരിപാടികളോ ഒന്നുമല്ല. പിന്നെ ദൈവം ഈ പരിപാടി നിവർത്തിച്ചു തരുമെന്ന് ദൈവം തന്നെ ഉറപ്പാക്കിയ ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നതാണ്. അല്ലാതെ മറ്റൊന്നിലും നമുക്ക് ധൈര്യപ്പെടാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്, അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന ധൈര്യം നമ്മളുടെ കഴിവിലോ നമ്മളുടെ സാഹചര്യങ്ങളിലോ തീരുമാനങ്ങളിലോ ഒന്നുമല്ല. ദൈവം തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്തതായിരിക്കുന്ന ഈ പുതിയ ഉടമ്പടി ദൈവം നിവർത്തിക്കുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പൗലോസ് പറയുന്ന കാര്യം, അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അപ്പം ഞാൻ നിങ്ങളോടും എന്നോടും ചോദിക്കാനുള്ളത്, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് പുതുനിയമത്തിൻ്റെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരായിട്ടാണ്. നമ്മൾ എന്താ മനുഷ്യരോട് പറയുന്നത്? നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കുന്ന നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ഈ പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പാപങ്ങളെ മോചിച്ചു തരും, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ദൈവമായുള്ള ബന്ധം സ്വർഗത്തിലെ ദൈവം സ്ഥാപിച്ചു തരും, നിങ്ങളുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തും, ദൈവം തന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്. എന്നെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ കുറവാണ് കേട്ടോ. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ കുറവാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ധൈര്യപ്പെട്ട് സ്വർഗത്തിലെ ദൈവം ഇത് ചെയ്തു തരും എന്ന് പറയുന്ന ആളുകൾ കുറവാണ്. മനുഷ്യരെല്ലാവരും പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും വഹിക്കാൻ കഴിയാത്തതായിരിക്കുന്ന ന്യായപ്രമാണത്തിന് നുകമെടുത്ത് തോളത്ത് വയ്ക്കുക, ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നതാണ്. പൗലോസിന്റെ പ്രതിയോഗികളായിരിക്കുന്ന ആളുകൾ അങ്ങനെയായിരുന്നു കേട്ടോ. നമുക്കോ നമ്മുടെ പിതാക്കന്മാർക്കോ വഹിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ന്യായപ്രമാണത്തിന് നുകം, മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും ബന്ധനങ്ങളും ഒക്കെ മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യർക്ക് ചെയ്തു എടുക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു ക്രമീകരണമായിട്ട് ആത്മീക ശുശ്രൂഷകൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ദൈവം ചെയ്തു തരും എന്നുള്ളതാണ് ഒന്നാമത്തെ ധൈര്യം. രണ്ടാമത്തെ ധൈര്യം എന്ന് പറയുന്നത് ഈ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാനുള്ളതായിരിക്കുന്ന പ്രാപ്തി സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. താന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ന്യായപ്രമാണത്തെ പ്രസംഗിക്കുന്നുവെങ്കിൽ ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. എന്നാൽ ഇടർച്ച നീങ്ങിപ്പോയല്ലോ, ന്യായപ്രമാണം പ്രസംഗിക്കാനാണ് തീരുമാനിച്ചാൽ പ്രശ്നമില്ല. കാരണം എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ സ്വാഭാവികമായിരിക്കുന്ന ചരിവെന്ന് പറയുന്നത് ഈ നിയമത്തിലേക്കാകണം. മനുഷ്യനെ ഗുണപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പുതിയ നിയമം ഉണ്ടാക്കാമെന്ന്, അങ്ങനെയല്ലയോ? അല്ലയോ സഹോദര? പുതുതായിട്ട് നമുക്കൊരു നിയമം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറയാം, പുതുതായിട്ട് നിയമം ഉണ്ടാക്കി എന്ത് ചെയ്യും? ആ നിയമത്തെ എങ്ങനെയാണ് മറികടക്കേണ്ടതെന്നുള്ളത് നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ആളുകൾ കണ്ടുപിടിക്കും, അങ്ങനെയല്ലയോ? വക്കീലന്മാരുടെ ജോലി എന്തുവാ? വക്കീലന്മാരെ ഞാൻ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ പറയരുത്. ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ ജോലി എന്തുവാ? ഞാൻ പറയാം, നിയമത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ച് ആളുകളെ നിയമത്തെ അനുസരിപ്പിക്കുക, അല്ലയോ? വലിയ സോദരാ, അങ്ങനല്ല. ഈ നിയമത്തെ എങ്ങനെ വ്യാഖ്യാനിച്ച് എൻ്റെ പ്രതിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാ ചോദ്യം. അല്ലെങ്കിൽ നാളെ മുതൽ ജോലി കിട്ടൂല. നിയമത്തിന്റെ സംരക്ഷണമല്ല നിയമപാലകന്മാരുടെ ജോലി. ഈ നിയമത്തെ വ്യാഖ്യാനിച്ച് നമ്മളെ ആളിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാ ജോലി, അതാ പരിപാടി. ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്താ ചെയ്യുന്നേ? എത്ര കാശ് കൃത്യമായിട്ട് ടാക്സ് കൊടുക്കണം
എന്ന് നമ്മളോട് പറയുക, പോയി വേറെ പണി നോക്കാൻ പറയും. എങ്ങനെ ടാക്സ് വെട്ടിക്കാൻ പറ്റൂന്ന, എങ്ങനെയാണ് നിയമത്തിന്റെ അതിലുള്ളതായിരിക്കുന്ന പഴുതുകൾ കണ്ടുപിടിച്ച് മിനിമം ടാക്സ്. ട്രംപിനോട് ചോദിച്ചു, നീ എത്ര ടാക്സ് കൊടുത്തു എന്ന് ചോദിച്ചു. ഇപ്പോഴും പുള്ളി പറയത്തില്ല കേട്ടോ, എത്ര ടാക്സ് കൊടുത്തുള്ള കാര്യം പറയില്ല. ടാക്സ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊടുത്തില്ല ഞാൻ മിടുക്കനാന്ന് പറഞ്ഞു. കൊടുത്തില്ല മിടുക്കനാന്ന് എന്ന് പറയാൻ നിയമത്തിന്റെ പരിധികൾ കണ്ടുപിടിക്കാനുള്ളതായിരിക്കുന്ന പ്രാവീണ്യം എനിക്കുണ്ടെന്ന്. നിയമങ്ങൾ ഉണ്ടാക്കിയാൽ നിയമത്തെ മറികടക്കാനുള്ള വഴി കണ്ടുപിടിക്കും മനുഷ്യർ. നിയമത്തെ അനുസരിക്കുക എന്ന് പറയുന്നതല്ല നമ്മളെ ഹൃദയത്തിന്റെ നിർബന്ധമെന്ന് പറയുന്നതല്ല, നിയമത്തെ മറികടക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ദൈവം നമ്മളെ ഹൃദയത്തിലേക്ക് സുവിശേഷം അയച്ച് നമ്മളെ ഹൃദയത്തെ വ്യത്യാസപ്പെടുത്തി താല്പര്യങ്ങളെ വ്യതിയാനപ്പെടുത്തി ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം തന്ന് ദൈവിക പ്രമാണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നില്ല എങ്കിൽ ദൈവത്തെ അനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ദൈവത്തെ അനുസരിക്കാനുള്ള കാരണം സ്വർഗത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തെ വ്യതിയാനപ്പെടുത്തിയതാണ്. ദൈവത്തെ സ്നേഹിക്കുവാനുള്ളതായിരിക്കുന്ന ഹൃദയം സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നതാണ്. കർത്താവിനെ അനുസരിക്കുവാനുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്നതാണ്, ഞാൻ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. ന്യായപ്രമാണത്തിന് ശുശ്രൂഷകനല്ല, പിന്നെയോ ഞാൻ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാണ്. നമ്മളെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് പറയും കേട്ടോ, അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. എന്നാൽ സുവിശേഷത്തിന്റെ ഊന്നൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഊന്നൽ എന്ന് പറയുന്നത്. സുവിശേഷത്തിന്റെ ഊന്നൽ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഊന്നൽ എന്ന് പറയുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ന്യായപ്രമാണത്തെ ഹൃദയത്തിൽ എഴുതുന്ന, ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുന്ന, പാപങ്ങളെ മോചിക്കുന്ന, ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ പരിപാടിയിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നതാണ്. അവസാനമായിട്ട് താൻ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന് പിന്നാലെ ഇതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് പറയാം. അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാപ്തി എന്ന് പറയുന്നത് ദൈവം തന്നെ തൻ്റെ സുവിശേഷം അതിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിവർത്തിക്കും എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയല്ല, നിയമത്തിൻ്റെ ശുശ്രൂഷയല്ല, കൽപ്പനകളുടെ ശുശ്രൂഷയല്ല, സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയാണ്. അതാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കും. പ്രിയമുള്ളവരെ പറയാം, നിയമങ്ങളും ന്യായപ്രമാണവും അക്ഷരവും. ഞങ്ങൾ പെന്തിക്കോസുകാരായിരുന്ന കാലത്ത് അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിക്കുന്നു പറഞ്ഞാൽ എന്തായാലും വ്യാഖ്യാനം ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു. എന്തോ പറയാതെ ഒരു പ്രയാസവും ഇല്ല, വ്യാഖ്യാനിക്കാൻ എത്ര എളുപ്പമാണെന്നാണ് പറയുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവവചനം, അതാണ് അക്ഷരം. ആത്മാവെന്ന് പറഞ്ഞാൽ എന്തുവാ? അന്യഭാഷ. ബൈബിള് വായിക്കേണ്ട അന്യഭാഷ പറഞ്ഞാൽ മതി എന്ന്. അതാണ് ഈ വ്യാഖ്യാനം, ഈ വാക്യത്തിന് വ്യാഖ്യാനം. അതാണോ അറിയില്ല. പെന്തിക്കോസുകാർ പൊതുവെ എന്തെങ്കിലും നമ്മൾ ഉപദേശം പറയാൻ തുടങ്ങുന്നവരെന്ന് പറയും, എൻ്റെ മോനെ ഈ അക്ഷരം അങ്ങ് നിർത്ത്, വല്ല അന്യഭാഷ വല്ലവും പറ, ആത്മാവിന്റെ പ്രവർത്തനം പരട്ടുന്ന. അപ്പോസ്തലനായ പൗലോസ് അതല്ല പറയുന്നത് കേട്ടോ. അല്ല, നമുക്കും അക്ഷരം എന്ന് പറയുന്നത് ഉപദേശമാണ്, ദൈവത്തിന്റെ വചനമാണെന്നൊരു ചിന്തയുള്ള ആൾക്കാർ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. വചനം പറയുന്നത്, ഓ അക്ഷരം, അക്ഷരം. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് മോശ മുഖാന്തരം ദൈവം കൊടുത്തതായിരിക്കുന്ന പഴയ ഉടമ്പടി, അതാണ് അക്ഷരം. ആത്മാവെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ആരംഭിച്ചതായിരിക്കുന്ന പുതിയ ഉടമ്പടി, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രമാണങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. പഴയ ഉടമ്പടി അക്ഷരത്തിന്റെ പരിപാടിയാണ്, ബാഹ്യമായിരിക്കുന്ന കാര്യമാണ്, ഹൃദയത്തിന് വ്യതിയാനം വരുത്തുവാൻ കഴിയാത്തതായിരിക്കുന്ന ക്രമീകരണമാണ്, കല്ലിൽ എഴുതിയതായിരിക്കുന്ന നിയമങ്ങളാണ്. നിയമങ്ങള് കാണുന്ന ഉടനെ അനുസരണ ഹൃദയത്തിൽ വരത്തില്ല കേട്ടോ, പേടി വരും. ശരിയാ, ഫൈൻ വരുമെന്നൊക്കെ കാണുമ്പോൾ ചില പേടിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ശരിയാ. പക്ഷേങ്കിൽ അനുസരിക്കാനുള്ളതായിരിക്കുന്ന ഒരു കഴിവ് നിയമത്തിൻ്റെ അറിവ് കൊണ്ട് നമുക്ക് ലഭിക്കുകയില്ല. നമ്മളോട് പറയുകയാണ് 60 കിലോമീറ്ററിലേ പോകാവൂ, ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പാദങ്ങൾ ആക്സിലറേറ്ററിൽ നിന്ന് മാറുന്നു, 60 കിലോമീറ്ററിലേക്ക് പോകുന്നു. ഇല്ലില്ല, ഫൈൻ വരുന്നതായിട്ടുള്ള ക്യാമറ വരുമ്പോൾ വരും, അത് ശരിയാ. അതിനു മുമ്പ് അങ്ങനെ തന്നെ പോവുകയാണ്. അവിടുത്തെ വരയും ക്യാമറയും വരുമ്പോൾ എന്ത് ചെയ്യും?
60 വരും, അല്ലെങ്കിൽ 65 വരും. ഫൈൻ കിട്ടാത്ത രീതിയിൽ രക്ഷപ്പെട്ടു പോകാനായിട്ട് നമ്മൾ നോക്കും. അല്ലാതെ അനുസരണം വരുത്താനായിട്ട് സാധിക്കുകയില്ല. ന്യായപ്രമാണത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ന്യായപ്രമാണം ചെയ്തതായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിയമലംഘനം മരണം. അതാണ് ഈ നിയമത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നിയമലംഘനം, അതിന്റെ ഫലമായിട്ടുള്ളതായിരിക്കുന്ന ന്യായവിധി. ഇതാണ് ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് സുവിശേഷത്താൽ ഹൃദയങ്ങളെ വ്യതിയാനപ്പെടുത്താതെ സത്യസന്ധമായിരിക്കുന്ന ഈ അനുസരണം അസാധ്യമാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ന്യായപ്രമാണം, നിയമങ്ങൾ മനുഷ്യനെ കൊല്ലുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിയമത്തോടുള്ള സമീപനം രണ്ടേ ഉള്ളൂ. ഒന്നാമത്തെ സമീപനം എന്താണ് സിബി സഹോദര? ഞാൻ പറയാം. നിയമത്തോടുള്ള ഒന്നാമത്തെ സമീപനം നിയമം അനുസരിച്ചു എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം. ന്യായീകരണം. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെന്ത് പറയും? തെറ്റ് ചെയ്തില്ല എന്ന് പറയും. അതല്ല പരിപാടി. തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ് നിയമത്തോടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിയമലംഘനത്താൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം. നിയമം ലംഘിച്ചു, പിടിക്കപ്പെട്ടു. അതാണ് നിയമത്തെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ കാര്യം. അതാണ്. അപ്പോൾ പൗലോസ് പറയും, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അക്ഷരത്തിന് നമുക്ക് ജീവൻ തരുവാനായിട്ട് കഴിയുകയില്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഈ ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. സ്വർഗത്തിൽ ദൈവം ഇരുന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് അങ്ങ് ജീവിക്കേ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അതുകൊണ്ട് അത് മനുഷ്യർക്ക് സാധ്യമാകുമായിരുന്നെങ്കിൽ അങ്ങനെ കൽപ്പന പോരെ. സ്വർഗത്തിൽ ദൈവം പറയാ, എന്ത് പറയാ? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ആരും ഉറങ്ങരുത്. അപ്പൊ ഞാൻ പറയുന്നതല്ല, ദൈവം പറയുന്നതായിട്ട് പറയാ. അപ്പൊ ചില ആൾ ഉറങ്ങിയ ആളുകൾ എഴുന്നേറ്റ്. ഏതായാലും ശരി, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ആരും ഉറങ്ങരുത്. എന്താ? ഞാനൊരു കൽപ്പന പറയാൻ പോവുകയാണ്. ആ കൽപ്പന എന്താ? നിങ്ങൾ എല്ലാവരും ഇന്നു മുതൽ ഞാൻ പറയുന്നത് അനുസരിച്ച് മര്യാദയ്ക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിച്ചോണം. പോലെ സ്വർഗത്തിന്റെ കൽപ്പന. പിറ്റേ ദിവസം നോക്കി എല്ലാവരും നല്ല മനുഷ്യരായിട്ട്. കർത്താവ് മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു, അവരുടെ ഹൃദയത്തിന്റെ ചിന്തകളെല്ലാം ദുഷ്ടതയേറിയ ചിന്തകളാണ് എന്ന് ഞാൻ അറിയുന്നു. ഈ തലമുറയോട് ഞാൻ ന്യായം വിധിക്കും എന്ന് ജലപ്രളയത്തിന് തലമുറയെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തലമുറയെക്കുറിച്ച് ദൈവത്തിന് പറയാൻ കഴിയുമോ? ദൈവത്തിന് നിയമത്തെ ലംഘിച്ച് ദൈവത്തോട് മറുത്ത് ദൈവത്തിനെതിരെ നിൽക്കുന്ന കഠിന ഹൃദയന്മാരായിരിക്കുന്ന മനുഷ്യരെന്നാണ് മനുഷ്യരെക്കുറിച്ച്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊടരുതാത്തവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് പാപങ്ങളെ പരിഹരിക്കുവാൻ, ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുവാൻ, നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ ദൈവം മനുഷ്യനായി തീർന്നത്. ആ കാരണത്താലാണ് നിയമം അനുസരിക്കുവാൻ മനുഷ്യർക്ക് കഴിയുകയില്ല. നിയമത്താൽ അനുസരണമല്ല, പാപികളാണ് എന്നുള്ള അറിവാണ് ഉണ്ടായത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പക്ഷേ ഏറ്റവും നല്ല ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഈ രണ്ട് ഉടമ്പടികൾ പ്രായോഗികമായ അവസരത്തെക്കുറിച്ച് പറയുന്നതാണ്. ദൈവം ന്യായപ്രമാണം കൊടുക്കാനായിട്ട് മോശയെ വിളിച്ചു. മോശയോട് പറഞ്ഞു. മോശയുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇസ്രായേലിലെ മൂപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം സാധാരണക്കാരായ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ദൂരെ നിന്നോണം, ഇങ്ങോട്ട് അടുത്ത് വരരുത്, വന്നാൽ നിങ്ങളുടെ കാര്യം പോക്ക. ന്യായപ്രമാണത്താൽ ദൈവത്തോട് അടുക്കാൻ പറ്റില്ല കേട്ടോ. ദൂരെ നിൽക്കാനേ കേട്ടുള്ളൂ. ദൈവത്തെ ഭയപ്പെട്ട്, ഇതെങ്ങനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയുമെന്ന് വിചാരിച്ച് ഭയപ്പെട്ട് ദൂരെ നിൽക്കുകയാണ്. മൂപ്പന്മാരോട് പറഞ്ഞ് നിങ്ങളവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ വളരെ അടുത്ത സ്നേഹിതന്മാരായിട്ട് യോശുവയും 1-2 പേരും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. അവിടെ നിന്നോളം പറഞ്ഞു. എന്നിട്ട് മോശയോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മോശ തന്നെ സീനായ് മലയുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയി. 40 ദിവസം, 40 പകലും 40 രാത്രിയും അവന് വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരുന്നു. ദൈവം തന്നെ തൻ്റെ കൈകൾ കൊണ്ട് ന്യായപ്രമാണം കൽപ്പലകയിൽ എഴുതി അദ്ദേഹത്തിന് കൈ കൊടുത്തേച്ച് അതുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ ഒരു ഭയങ്കര ആഘോഷം.
അവ ചോദിച്ചത് എന്താ ഈ ആഘോഷത്തിൻ്റെ കാര്യം? പറഞ്ഞു, ഇത് യുദ്ധത്തിൽ ജയിച്ച ആളുകളുടെ ജയഘോഷമല്ല, തോറ്റ ആളുകളെ കരച്ചിലുമല്ല, ഇത് ഗാനപ്രതിഗാനമായിട്ട് പാടുന്ന പാട്ടുകളാണ്. എന്താന്ന് ചോദിച്ചാൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹം ഉണ്ടാക്കരുത് എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ദൈവം തന്നെ കരങ്ങൾ കൊണ്ട് ആ കൽപ്പനകൾ എഴുതുമ്പോൾ മനുഷ്യർ ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധന നടത്തുക എന്ന് പറയുന്നത് അവർ ചെയ്തത്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ദേ ഡിഡ്. താഴെ ഇറങ്ങി വന്നതിന് ശേഷം കൽപ്പനകൾ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷം നിൽക്കുന്നയാൾ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരും വാൾ അരക്കി കെട്ടുക എന്ന് പറഞ്ഞിട്ട് സഹോദരനൊന്നും അപ്പനൊന്നും അമ്മയൊന്നും ഒന്നും നോക്കണ്ട, വെട്ടിയൊക്കെ പറഞ്ഞു. അന്ന് 3000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിച്ച മനുഷ്യരെ കൊല ചെയ്തു കളഞ്ഞു. 3000 പേര് കൊല്ലപ്പെട്ടു. ഏകദേശം 1500 വർഷങ്ങൾക്ക് ശേഷം പെന്തക്കോസ്ത് നാളില് പുതിയ ഉടമ്പടിയുടെ ഫലമായിട്ടുള്ള ദൈവത്തിന്റെ സഭയുടെ ആരംഭത്തിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നു. നമ്മളെ കർത്താവായ യേശു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കൊല്ലപ്പെട്ടു. ദൈവം അവനെ രാജാവും കർത്താവുമായി ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം പത്രോസ് അവിടെ കൂടി വന്ന ആളുകളോട് പറഞ്ഞു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ന്യായപ്രമാണം മരണമാണ് എങ്കിൽ സുവിശേഷം ജീവനാണ്. അത് മനുഷ്യരെ രക്ഷിക്കുന്നതാണ്. 3000 ആളുകൾ ന്യായപ്രമാണത്തിന്റെ ഉദ്ഘാടനത്തിൽ കൊല്ലപ്പെട്ടുവെങ്കിൽ പുതിയ ഉടമ്പടി പ്രായോഗികമാകുന്ന പെന്തക്കോസ്ത് നാളിൽ 3000 ആളുകൾ രക്ഷിക്കും. എന്നെ പ്രിയമുള്ളവരെ, സുവിശേഷത്തിനല്ലാതെ മനുഷ്യ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തുവാൻ ലോകത്തുള്ള യാതൊരു ക്രമീകരണത്തിനും സാധിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് തന്റെ സുവിശേഷം അയച്ച് അവരുടെ ഹൃദയങ്ങളെ വ്യതിയാനപ്പെടുത്തി അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ അവരെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ക്രമീകരണമാണ് സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി എന്നതാണ് ഞങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് ഉടമ്പടിയുടെ കീഴിലാണ്? ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ അതോ പുതിയ ഉടമ്പടിയുടെ കീഴിലാണോ? ന്യായപ്രമാണമാണ് മരണമാകട്ടോ. എവിടെയൊക്കെ നിയമങ്ങളും നിയമത്തിൻ്റെതായിരിക്കുന്ന അധീനതയിൽ മനുഷ്യരെ വ്യത്യാസപ്പെടുത്താനുള്ള ക്രമീകരണങ്ങളും ഉണ്ടാകുന്നുവോ അവിടെയൊക്കെ മരണമാണ്. സഭയുടെ മരണമെന്ന് പറയുന്നത് ലീഗലിസമാണ്. നിയമം കടന്നു വരുന്നതും നിയമം മനുഷ്യജീവിതത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രമാണമായി രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അതാണ് ലീഗലിസം. അതും സഭയുടെ മരണമാണ്. അതിനെ ജീവിപ്പിക്കുവാൻ കഴിയുകയില്ല. സുവിശേഷത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം അതാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്നതായിരിക്കുന്ന പരിപാടി. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുവിശേഷം കടന്നു വന്നിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുവാനുള്ളതായിരിക്കുന്ന താല്പര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രമാണം നിങ്ങളുടെ ഹൃദയങ്ങൾ സ്വർഗത്തിലെ ദൈവം എഴുതിയിരിക്കുന്നുവോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നിയമത്തിന്റെ അനുസരണം കൊണ്ട് തീരുമാനത്തിന് ശക്തി കൊണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ല. തുടർന്ന് പറയുമ്പോൾ തീരുമാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും കേട്ടോ. അതൊന്നും അതിന്റെ അടിസ്ഥാനമല്ല. ദൈവം തന്നെ പറഞ്ഞ കാര്യങ്ങൾ അവൻ ഏകപക്ഷീയമായി നിർവഹിക്കുമെന്നുള്ള ദൈവത്തിന്റെ ഉറപ്പാണ്, വിശ്വസ്തതയാണ് സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നതാണ്. ഞാൻ 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 എന്ന് ആവർത്തിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാനിത് ചെയ്തെടുക്കും എന്ന് തന്നെ ജനത്തോട് പറഞ്ഞു. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. ദൈവം നമ്മളെ പുതു നിയമത്തിന് ശുശ്രൂഷകന്മാർ ആക്കിയിരിക്കുന്നു. ദൈവം നമ്മളോടൊരു പുതിയ ഉടമ്പടി ചെയ്ത് സുവിശേഷത്തിലൂടെ ആ ഉടമ്പടി ദൈവം ഇന്ന് പൂർത്തീകരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പൗലോസ് പറയുന്നത്. പൗലോസ് പറഞ്ഞതിന്റെ ധൈര്യം എന്ന് പറയുന്നതാണ്, ഐ ആം എ പ്രീച്ചർ ഓഫ് ദ ഗോസ്പൽ. ഞാൻ സുവിശേഷത്തിന്റെ പ്രഘോഷകനാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ ഏവനും അത് രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ശക്തിയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കുവാൻ സംഗതിയാകരുത്. സുവിശേഷം യേശുക്രിസ്തുവിന്റെ രക്ഷാകര പ്രവൃത്തി
അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വരുത്തുന്നതായിരിക്കുന്ന രൂപാന്തരം, അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതായിരിക്കുന്ന അനുസരണം, വിധേയത്വം, സ്നേഹം, രൂപാന്തരം, ഇതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. ഓ പ്രൈസ് ബി അണ്ടു ഹിസ് ഹോളി നെയിം. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകളിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതങ്ങളെ അവൻ വ്യതിയാനപ്പെടുത്തട്ടെ. തന്നോടുള്ള സ്നേഹം ആഴമായി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി അവൻ പകർന്നു തരട്ടെ. ആ നിലയിൽ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും അനുഗമിക്കുവാനും സ്വർഗത്തിൽ ദൈവം നമ്മളെ പ്രാപ്തിപ്പെടുത്തട്ടെ. അതാണ് പുതിയ ഉടമ്പടി, അതാണ് സുവിശേഷം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ വലിയവനായ ദൈവമേ, ന്യായപ്രമാണത്താൽ അസാധ്യമായ കാര്യം സാധിച്ചെടുക്കുവാൻ അവിടുത്തെ പുത്രനെ പാപജടത്തിന് സാദൃശ്യത്തിലും പാപനിമിത്തവും അവിടുന്ന് ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവെ, അവൻ്റെ മരണ പുനരുത്ഥാനത്താൽ സ്വർഗത്തിലെ ദൈവം തന്നെ നീതി നിവൃത്തിയാക്കി. അതിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ ന്യായവിധികളായിരിക്കുന്ന വിടുതലും ദൈവത്തോടുള്ള ബന്ധവും പാപത്തിൻ്റെ വിമോചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പുതിയ ജീവൻ്റെ ആ വലിയ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമായി സുവിശേഷത്തിൻ്റെ വക്താക്കളായി ഈ ലോകമെമ്പാടും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ.